പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ 28-ാം തീയതി വലിയൊരു വിശുദ്ധ അല്ലേ, നമ്മുടെ അൽഫോൻസമ്മയുടെ തിരുനാളാണ്. നാളെ നന്നായിട്ട് ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ രോഗാവസ്ഥ, കഷ്ടനഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ആനന്ദമില്ലാത്ത അവസ്ഥ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അൽഫോൻസമ്മയ്ക്ക് 37 വയസ്സ് വരെ ജീവിച്ചുള്ളൂവെങ്കിൽ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം ഒന്നിനെ പുറകെ ഒന്നായിട്ട് വരികയായിരുന്നു. നമുക്കിതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആനന്ദം മാത്രമില്ല. അൽഫോൻസമ്മയ്ക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും കുറ്റപ്പെടുന്നു. ശരിക്കും പറഞ്ഞ് നിരാശപ്പെടാൻ 100,000 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അൽഫോൻസമ്മ ആനന്ദത്തിലാണ് ജീവിച്ചത്. എന്നാൽ നമുക്ക് ഇതെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആൾക്കാർ കൂടെയുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആനന്ദം മാത്രമില്ല. നമുക്കതുകൊണ്ട് തന്നെ ഇന്നത്തെ നാളത്തെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം തേടി, കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മയിലും അതുപോലെ തന്നെ ഉള്ളായ്മകളിലൊക്കെ കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ള കൃപ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സുഭാഷിതം 3:5, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയും അരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കണം, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയും അരുത്. ഒരു പക്ഷേ അൽഫോൻസമ്മയുടെ ജീവിതം, നാളെ നമ്മൾ അൽഫോൻസമ്മയുടെ തിരുനാളാകുമ്പോൾ ഇന്ന് തന്നെ എൻ്റെ ഒരു റിഫ്ലക്ഷൻ തരികയാണ്. അതായത് അൽഫോൻസമ്മയുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ് സഹോദരങ്ങളെ. അവർ കർത്താവിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടു. സ്വന്തം ബുദ്ധി നൽകുന്ന തെറ്റായ നിർദ്ദേശങ്ങൾ അവഗണിച്ചു. നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിന് സ്വന്തം ബുദ്ധി തരുന്ന തെറ്റായ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും സ്വർഗം നൽകുന്ന താക്കീതുകളും പ്രബോധനങ്ങളും നമ്മൾ നിരാകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഈ ഒരു പുണ്യം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ദൈവമേ, ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.